സംസ്ഥാനത്ത് എംപോക്സ് ക്ലോഡ് 1B സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് ടീം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാ ജില്ലകൾക്കും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ്. ടിൻഡു ഉണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ അതിതീവ്ര വ്യാപന ശേഷിയുള്ള ഈ ഒരു വകഭേദം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ നിയന്ത്രണങ്ങളും സംസ്ഥാനത്ത് ഏർപ്പെടുത്താനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ദേവിക, ഓർത്തോപോക്സ് വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അതിതീവ്രമായിട്ട് വ്യാപനശേഷിയുള്ള ക്ലേഡ് 1 ആണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതും ക്ലേഡ് 1 തന്നെയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തുടരെ രണ്ടാമത്തെ തവണയും ഇത്തരത്തിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം അതിജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയുള്ളത്. ഏത് അടിയന്തര ഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മങ്കി പോക്സ് പടരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിതീവ്രമായിട്ടുള്ള വ്യാപനശേഷി ഉള്ളതാണ്. കിടക്ക, അതോടൊപ്പം തന്നെ ശരീരസ്രവങ്ങൾ, മുറിവ് തുടങ്ങിയ ക്ഷതങ്ങൾ തുടങ്ങിയവയിൽ സ്പർശിക്കുന്നതിലൂടെയാണ് ഒരുപക്ഷെ മങ്കി പോക്സ് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്. പശ്ചിമ ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിന് ജനിതകമായിട്ട് മാറ്റങ്ങൾ വൈറസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആദ്യഘട്ടങ്ങളിൽ പ്രാരംഭഘട്ടത്തിൽ പടർന്നു പിടിച്ച വൈറസിന് സമാനമായിട്ടുള്ള രീതികളല്ല ഇതിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിവ്യാപനശേഷി ഉള്ളതും മരണനിരക്ക് പൊതുവെ കൂടുതലുമായിട്ട് ഈ രോഗം സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ട്. കൂടാതെ നമുക്കറിയാം, മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ വകഭേദത്തെ തുടർന്ന് ഈ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എലിപ്പനി വ്യാപനമാണ്. ഈ മങ്കി പോക്സിനോടൊപ്പം തന്നെ എലിപ്പനിയും പടർന്നു പിടിക്കുന്നുണ്ട്. എലിപ്പനിയുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഈ വർഷവും അതോടൊപ്പം തന്നെ തുടരെയും ഇത്തരത്തിൽ എലിപ്പനി പടർന്നു പിടിക്കുന്നതോടൊപ്പം തന്നെ മരണനിരക്കും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എലിപ്പനി പ്രതിരോധങ്ങൾ ഈ ഘട്ടത്തിൽ ഈ എലിപ്പനി പ്രതിരോധങ്ങളും അതിജാഗ്രതയോടെ തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മങ്കി പോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റ് രോഗങ്ങൾ കൂടി പടർന്നു പിടിക്കുന്നുണ്ട്. അതും ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ്. ഈ മങ്കി പോക്സ് നിലവിൽ 2 പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലബാർ തുടങ്ങിയ മേഖലകളിൽ മങ്കി പോക്സുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായിട്ട് തന്നെ പാലിക്കണമെന്നും അറിയിക്കുന്നുണ്ട്. വസൂരിക്ക് സമാനമായിട്ടുള്ള രോഗമായതുകൊണ്ട് തന്നെ ഈ ശരീരസ്രവങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ മങ്കി പോക്സ് പിടിപെട്ടവരെ പരിപാലിക്കുന്നവർ ഈ ശരീരസ്രവങ്ങൾ കഴിവതും ആ മുറിവിട്ട് തന്നെ പുറത്തു പോകാത്ത രീതിയിൽ അത് അത്രയും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവ്യാപനശേഷിയും മരണസംഖ്യ കൂടാനുള്ള രോഗമാണ് മങ്കി പോക്സ്. എന്തായാലും സംസ്ഥാനത്ത് മങ്കി പോക്സുമായി ബന്ധപ്പെട്ട നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കും. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ സംവിധാനങ്ങൾ, കിടക്കകൾ ഇതെല്ലാം ഉറപ്പാക്കണമെന്നും ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേവിക, തന്നെയാണ് സംസ്ഥാനത്ത് എംപോക്സ് ക്ലേഡ് 1B സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് ടീം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാ ജില്ലകളിലും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്.